Hi everyone, welcome back to English Ladder. ഇംഗ്ലീഷ് ലാഡറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ട്രാൻസ്ലേഷനാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള സീരീസാണ് ട്രാൻസ്ലേഷൻ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 15ഓളം മലയാളം സെൻറ്റൻസസും അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് സെൻറ്റൻസസുമാണ്. ഇത് പറഞ്ഞു തരാൻ പ്രധാനപ്പെട്ട കാരണം എന്തെന്നറിയാമോ? നമുക്ക് ഓരോരുത്തർക്കും ഓരോ ദിവസവും കമ്മ്യൂണിക്കേഷനിൽ ആവശ്യം വരുന്ന സെൻറ്റൻസ് ആണിത്. അല്ല, നമ്മൾ പല രീതിയിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. പലപ്പോഴും പല സാഹചര്യങ്ങളിലും ഇതിൻ്റെ കറക്റ്റ് സെൻറ്റൻസ് ഏതാണെന്ന് പലരും കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആകാൻ പറ്റുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള സെൻറ്റൻസസ് ഒക്കെ കിട്ടുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, അത് നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം കേട്ടോ. നമ്മുടെ പല സ്റ്റുഡൻസും നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് മാത്രമായിട്ടൊരു ട്രെയിൻ ഡ്രൈവ് വിട്ടു തരുമോ? ഞങ്ങൾക്കൊരു ട്രെയിനിനോട് സംസാരിച്ച് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുമോ? അല്ല, നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ് ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ കേട്ടും സംസാരിച്ചും തന്നെ പഠിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. നമ്മുടെ പ്രോഗ്രാമുണ്ട് ഇംഗ്ലീഷ് മെൻറ്ററിങ്. ഇംഗ്ലീഷ് മെൻറ്ററിങ്ങിൽ നിങ്ങളുടെ സൗകര്യപ്രദമായ സമയത്ത് ഒരു പേഴ്സണൽ ട്രെയിനർ നിങ്ങൾക്ക് മാത്രമായിട്ട് വിട്ടുതരും. നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാം. അത് ഓഡിയോ കോളിലൂടെയും വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു മടിയില്ലാണ്ട് ഒരു പേഴ്സണൽ ട്രെയിനറുടെ ഒപ്പം നേരിട്ട് സംസാരിച്ച് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. അപ്പോൾ ആ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ കോണ്ടന്റിലേക്ക് പോകാം. ഒന്നാമത്തെ സെൻറ്റൻസ് ഇതാണ്: അവർ ഇന്നലെ എത്തി. അവർ ഇന്നലെ എത്തി. നമ്മൾ എങ്ങനെ പറയും? അവർ എന്ന് പറഞ്ഞതിന് വാക്ക് എന്താണ്? ദേ അല്ലേ? അവനാണെങ്കിൽ ഹി, അവളാണെങ്കിൽ ഷീ. എന്നാൽ അവർ എന്ന് പറയുമ്പോൾ പുരുഷന്മാർ മാത്രം, അല്ലെങ്കിൽ സ്ത്രീകൾ മാത്രം, അല്ലെങ്കിൽ പുരുഷന്മാരും സ്ത്രീകളും ഒന്നിച്ചു വന്നാലും ദേ എന്ന് പറയുന്ന വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ദേ അറൈവ് എന്നാണ് എത്തുക എന്നുള്ളത് അല്ലേ? അപ്പം പാസ്റ്റിൽ എന്ത് പറയും? അറൈവ്ഡ്. ദേ അറൈവ്ഡ് യെസ്റ്റർഡേ. ദേ അറൈവ്ഡ് യെസ്റ്റർഡേ. അവർ ഇന്നലെ എത്തി. ഒന്ന് പറഞ്ഞേ, ദേ അറൈവ്ഡ് യെസ്റ്റർഡേ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ദേ അറൈവ്ഡ് യെസ്റ്റർഡേ. ഇനി നമുക്ക് രണ്ടാമത്തെ സെൻറ്റൻസിലേക്ക് പോവാം. നമ്മൾ ഒരു സദ്യക്ക് പോയി, അത് നമ്മളൊരു ഫംഗ്ഷന് പോയി അല്ലേ? വിഭവസമൃദ്ധമായ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ വയറ് നിറഞ്ഞു. അപ്പോൾ ആരോ വന്നിട്ട് കുറച്ചുകൂടെ കഴിക്കുന്നേ എന്ന് പറയുന്നു. അയ്യോ എനിക്ക് വേണ്ട, എൻ്റെ വയറ് നിറഞ്ഞു പൊട്ടാറായി, ഇങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ? എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? സിമ്പിളായിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ് ഐ എം ഫുൾ. ഒന്ന് പറഞ്ഞേ, ഐ എം ഫുൾ. എൻ്റെ വയറ് നിറഞ്ഞു അല്ലേ? നിങ്ങൾക്ക് വീട്ടിൽ ഉപയോഗിക്കാം, ഫങ്ഷൻസിന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പാർട്ടീസിന് ഉപയോഗിക്കാം, എല്ലായിടത്തും നമുക്ക് ഉപയോഗിക്കാം. ഐ എം ഫുൾ. ഒന്ന് പറഞ്ഞ്, ഐ എം ഫുൾ. എൻ്റെ വയറ് നിറഞ്ഞു. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇനി വയറ് നിറഞ്ഞു കഴിയുമ്പോൾ ഈ സെൻറ്റൻസ് ഉപയോഗിക്കാം, ഐ എം ഫുൾ. അപ്പോൾ നമുക്ക് അടുത്ത സെൻറ്റൻസിലേക്ക് പോവാം. ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ചിലർ ചോദിക്കുന്നുണ്ട്, എടാ നിൻ്റെ കൂട്ടുകാരൊക്കെ ഫംഗ്ഷന് പോകുന്നുണ്ട്, അല്ലെങ്കിൽ നിൻ്റെ കൂട്ടുകാരൊക്കെ ഒരു ടൂർ പോകുന്നുണ്ട്, നീ പോകുന്നുണ്ടോ? ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഐ സ്റ്റിൽ ഹാവൻറ്റ് ഡിസൈഡഡ്. ഒന്ന് പറഞ്ഞ്, ഐ സ്റ്റിൽ ഹാവൻറ്റ് ഡിസൈഡഡ്. അല്ലെ, സ്റ്റിൽ എന്ന് വെച്ചാൽ ഇതുവരെ എന്നാണ് അർത്ഥം കേട്ടോ. ഐ സ്റ്റിൽ ഹാവൻറ്റ് ഡിസൈഡഡ്. ഞാൻ ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല, ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അല്ലേ, പലരും നിങ്ങളോട് തീരുമാനങ്ങൾ ചോദിക്കുമ്പോൾ ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സെൻറ്റൻസ് ഉപയോഗിക്കാൻ പറ്റും. ഐ സ്റ്റിൽ ഹാവൻറ്റ് ഡിസൈഡഡ്. ക്ലിയർ ആണല്ലോ? അടുത്ത സെൻറ്റൻസിലേക്ക് നമുക്ക് പോകാം. അവിടെ വയ്ക്കൂ അല്ലേ? നമ്മുടെ കൂട്ടുകാർ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർ എന്തെങ്കിലും സാധനം എടുത്തിട്ട് വരുവാണ്, അവർ നമ്മളോട് ചോദിക്കുന്നു ഇതെവിടെ വെക്കണം. നമുക്ക് പറയാം അതവിടെ വയ്ക്കൂ. എങ്ങനെ പറയും? കീപ് ഇറ്റ് ദെയർ. അത് അവിടെ വയ്ക്കൂ അല്ലേ? അവരുടെ കയ്യിൽ സാധനമുണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. കീപ് ഇറ്റ് ദെയർ, അവിടെ വയ്ക്കൂ. കീപ് ഇറ്റ് ദെയർ അല്ലേ? കുട്ടികളൊക്കെ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും ഇതെവിടെ വെക്കണം? കീപ് ഇറ്റ് ദെയർ അല്ലേ? കീപ് ഇറ്റ് ദെയർ. ക്ലിയർ ആണല്ലോ? അടുത്ത സെൻറ്റൻസ് നമ്മളൊരു സിനിമയ്ക്ക് പോകുന്നതിനെ കുറിച്ചാണ്. അപ്പം ചില കൂട്ടുകാരൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ സിനിമയ്ക്ക് പോവാണ്. അവരൊക്കെ പോയി. പിറ്റേ ദിവസം വന്നപ്പോൾ ഒരു കൂട്ടുകാരൻ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ? ഏത് സിനിമ? അപ്പോൾ നീ ഇന്നലെ സിനിമയ്ക്ക് പോയില്ലേ? Didn't you go to cinema yesterday? നമ്മുടെ വിചാരം അവൻ പോയിട്ടുണ്ട് എന്നായിരുന്നു, പക്ഷെ പോയില്ല എന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുവാണ്, Didn't you go to cinema yesterday? ഒന്ന് പറഞ്ഞേ, Didn't you go to cinema yesterday? Didn't you go there? അവിടെ പോയില്ലേ അല്ലേ? നമുക്ക് ഏത് സിറ്റുവേഷനിൽ ഇത് ചോദിക്കാം കേട്ടോ. Didn't you go there? നീ അവിടെ പോയില്ലേ? അപ്പം Didn't you go to cinema yesterday? ഇതാണ് നമ്മുടെ അടുത്ത സെൻറ്റൻസ് കേട്ടോ. അവൾ എവിടെയാണെന്ന് അറിയാമോ? ഇതാണ് നമ്മുടെ അടുത്ത സെൻറ്റൻസ്. അവൾ എവിടെയാണെന്ന് അറിയാമോ? പലർക്കും കൺഫ്യൂഷനുള്ളൊരു സെൻറ്റൻസ് ആണ്. ഡു യു നോ വെർ ഈസ് ഷീ? തെറ്റാണ്. അവിടെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഇറ്റ് ഷുഡ് ബി
ഡു യു നോ വേർ ഷീ ഈസ്? വേർ ഈസ് ഷീ എന്ന് വെച്ചാൽ അവൾ എവിടെയാണെന്നാണ് അർത്ഥം. പക്ഷെ നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഡു യു നോ വേർ ഷീ ഈസ് അങ്ങനെ വേണം ചോദിക്കാൻ. അതാണ് അതിൻ്റെ യഥാർത്ഥ ഫോമാറ്റ്. കാരണം ഡു യു നോ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. വേർ ഷീ ഈസ്, അവൾ എവിടെയാണെന്ന്. അപ്പോൾ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് എൻ്റെ ഒപ്പം. ഡു യു നോ വേർ ഷീ ഈസ്? ഡു യു നോ വേർ ഷീ ഈസ്? ഡു യു നോ വേർ ഷീ ഈസ്? ഓക്കെ, എന്താ പറഞ്ഞത് അല്ലേ? നമ്മളിപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താ പറഞ്ഞത്? ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പർ പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ല. എന്താ പറഞ്ഞത്? വാട്ട് ഡിഡ് യു സേ? വളരെ കാഷ്വൽ ആയിട്ടുള്ള കൊളോക്കിയൽ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് കേട്ടോ. വാട്ട് ഡിഡ് യു സേ? വാട്ട് ഡിഡ് യു സേ? വാട്ട് ഡിഡ് യു സേ? നീ എന്താ പറഞ്ഞത്? വാട്ട് ഡിഡ് യു സേ? ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇനി ഒരു സുഹൃത്ത് എന്തെങ്കിലും പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം വാട്ട് ഡിഡ് യു സേ? വാട്ട് ഡിഡ് യു സേ? ഓക്കെ, നമ്മളിങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുവാണ്. നമ്മൾ കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്, അവരെ കയറ്റി വിടാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പം ഒരാൾ പെട്ടെന്ന് എനിക്ക് കുറച്ച് വെള്ളം മേടിക്കണം എന്ന് പറഞ്ഞ് പോകുന്നു. അപ്പോൾ നിങ്ങൾ അനൗൺസ്മെൻറ്റ് കേട്ടിരുന്നു ട്രെയിൻ ഇപ്പോൾ വരുമെന്ന്. അപ്പോൾ നിങ്ങൾ പറയുന്നു അതേ ട്രെയിൻ വരാറായി കേട്ടോ, ട്രെയിൻ ഈസ് എബൌട്ട് ടു കം. കാരണം നിങ്ങൾ അനൗൺസ്മെൻറ്റ് കേട്ടു, അല്ലെങ്കിൽ നിങ്ങൾ ട്രെയിൻ വരുന്ന ശബ്ദം കേട്ടു. അപ്പോൾ നിങ്ങൾ പറയുകയാണ് ട്രെയിൻ ഈസ് എബൌട്ട് ടു കം. എബൌട്ട് ടു എന്ന് വെച്ചാൽ ഏകദേശം വരാറായി അല്ലെങ്കിൽ ചെയ്യാറായി എന്നൊക്കെയാണ് അർത്ഥം. ഫോർ എക്സാമ്പിൾ, ഐ എം എബൌട്ട് ടു ലീവ്. നീ പോകുന്നില്ലേ? ഞാൻ പോകാൻ വേണ്ടി ഇതാ നിൽക്കുവാണ്. ഐ എം എബൌട്ട് ടു ലീവ്. ദ ബസ് ഈസ് എബൌട്ട് ടു കം. ബസ് വരാൻ ഏകദേശം സമയമായി അല്ലേ? ഏകദേശം വരാറായി എന്നാണ് ഇതിൻ്റെ അർത്ഥം. എബൌട്ട് ടു. ഓക്കെ, സോ ദ ട്രെയിൻ ഈസ് എബൌട്ട് ടു കം. ഒന്ന് റിപ്പീറ്റ് ചെയ്തേ. ദ ട്രെയിൻ ഈസ് എബൌട്ട് ടു കം. ഓൾറൈറ്റ്, നമ്മൾ ഓഫീസിൽ എപ്പോഴും കേൾക്കുന്ന ഒരു ചോദ്യമാണ് എന്താ ലേറ്റ് ആയത് അല്ലേ? ഇപ്പം നിങ്ങൾ ടീം ലീഡർ ആയിരിക്കാം, നിങ്ങളൊരു സൂപ്പർവൈസർ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ ഒരു സ്റ്റാഫ് ലേറ്റ് ആയിട്ട് വന്നു. നമ്മളെങ്ങനെ ചോദിക്കും എന്താ നീ ലേറ്റ് ആയിട്ട് വന്നത്? വൈ ആർ യു ലേറ്റ്? എങ്ങനെ? വൈ ആർ യു ലേറ്റ്? വൈ ആർ യു ലേറ്റ്? നമുക്ക് കാരണം കിട്ടണം അല്ലേ? വൈ ആർ യു ലേറ്റ്? ഒരു മടിയും കൊണ്ടാണ് നിങ്ങൾക്ക് ചോദിക്കാൻ കേട്ടോ. വൈ ആർ യു ലേറ്റ്? കാരണം പറഞ്ഞു എന്താ നീ വൈകിയത്? വൈ ആർ യു ലേറ്റ്? വൈ ആർ യു ലേറ്റ്? അടുത്തത് ഈ ദിവസങ്ങളിൽ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് കേട്ടോ. നിങ്ങൾ ആകാശത്തേക്ക് നോക്കുന്നു, ആകാശമൊക്കെ തെളിഞ്ഞിട്ടുണ്ട്, പക്ഷെ കുറച്ച് ദൂരെ കുറച്ച് മേഘങ്ങൾ കാണുന്നു. അപ്പോൾ നിങ്ങൾ പറയാണ് ഇറ്റ് മൈറ്റ് റെയിൻ. മഴ വരാനൊരു സാധ്യതയുണ്ട്, മഴ ചിലപ്പോൾ പെയ്യും. എന്നാൽ കൂടുതലും മേഘങ്ങളുണ്ട്, മഴയ്ക്ക് സാധ്യത കൂടുതലാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? ഇറ്റ് മേ റെയിൻ. കണ്ടോ? സാധ്യത കുറവാണെങ്കിൽ ഇറ്റ് മൈറ്റ് റെയിൻ, സാധ്യത കൂടുതലാണെങ്കിൽ ഇറ്റ് മേ റെയിൻ. മഴ പെയ്യുമെന്ന് ഉറപ്പാണെങ്കിൽ എങ്ങനെ പറയും? ഇറ്റ് വിൽ റെയിൻ. മഴ വരുമെന്ന് ഉറപ്പാണെങ്കിൽ എങ്ങനെ പറയും? ഇറ്റ് വിൽ റെയിൻ. അപ്പോൾ ഞാൻ 3 സെൻറ്റൻസസ് പറഞ്ഞു കേട്ടോ ഇവിടെ. ഇറ്റ് മേ റെയിൻ, ഇറ്റ് മൈറ്റ് റെയിൻ, ഇറ്റ് വിൽ റെയിൻ. ക്ലിയർ ആണല്ലോ? ഇറ്റ് മേ റെയിൻ, ഇറ്റ് മൈറ്റ് റെയിൻ, ഇറ്റ് വിൽ റെയിൻ. ഒന്ന് മനസ്സിൽ വെച്ചോളൂ കേട്ടോ. ഇറ്റ് മൈറ്റ് റെയിൻ എന്ന് വെച്ചാൽ സാധ്യത വളരെ കുറവാണ്. ഇറ്റ് മേ റെയിൻ എന്ന് വെച്ചാൽ സാധ്യതയുണ്ട്. ഇറ്റ് വിൽ എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും മഴ പെയ്യും. ക്ലിയർ ആണല്ലോ? നമുക്ക് മുന്നോട്ട് പോവാം. ചില സാഹചര്യങ്ങളിൽ ചിലരൊക്കെ പറയും എനിക്കത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മൾ പറയില്ലേ പിടിച്ചു കെട്ടി വെച്ചാലും ഞാനത് ചെയ്യും. അതിന് ഈക്വലൻ്റ് ആയിട്ട് ഇംഗ്ലീഷിലുള്ള ഒരു എക്സ്പ്രഷനാണ് ഐ ക്യാൻറ്റ് ഹെൽപ്പ്. ഐ ക്യാൻ ഹെൽപ്പ് ഡൂയിങ് ഇറ്റ്. ചിലരുണ്ട് ഭയങ്കര സഹാനുഭൂതി ഉള്ളവരായിരിക്കും അല്ലേ? അതായത് ആര് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലും ഒരു സഹായം ആവശ്യമുണ്ടെങ്കിൽ അവർ ഓടിച്ചാടി ചെയ്യും. നിന്നോടല്ലേ പറഞ്ഞ് ചെയ്യേണ്ടെന്ന്? അയ്യോ എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഐ ക്യാൻ ഹെൽപ്പ് ഡൂയിങ് ഇറ്റ്. ഐ ക്യാൻറ്റ് ഹെൽപ്പ് ഡൂയിങ് ഇറ്റ് അല്ലേ? പലർക്കും ചിലർക്ക് ചില മോശം ശീലങ്ങളായിരിക്കാം, എത്ര തടഞ്ഞാലും അവരത് ചെയ്യും. എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നുറപ്പുള്ളൊരു കാര്യം, അല്ലെങ്കിൽ അങ്ങനെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തിന് നമുക്ക് ഇംഗ്ലീഷിൽ പറയുന്നതാണ് ഐ ക്യാൻറ്റ് ഹെൽപ്പ് ഡൂയിങ് ഇറ്റ്. ഐ കാൻ ഹെൽപ്പ് ഡൂയിങ് ഇറ്റ്. നിനക്ക് സഹോദരങ്ങളുണ്ടോ? അല്ലെ, നമ്മൾ പുതിയതായിട്ട് പരിചയപ്പെടുന്ന ഒരാളോട് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് നിനക്ക് സഹോദരങ്ങളുണ്ടോ? ഡു യു ഹാവ് ബ്രദേഴ്സ് എന്ന് ചോദിച്ചാൽ നിനക്ക് സഹോദരന്മാരുണ്ടോ എന്നാണ് അർത്ഥം. ഡു യു ഹാവ് സിസ്റ്റേഴ്സ് എന്ന് ചോദിച്ചാൽ നിനക്ക് സഹോദരിമാരുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ സഹോദരനോ സഹോദരിയോ എന്ന് ഉറപ്പില്ല അല്ലേ? സഹോദരങ്ങളുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ ചോദിക്കും? ഡു യു ഹാവ് എനി സിബ്ലിങ്സ്? ഡു യു ഹാവ് എനി സിബ്ലിങ്സ് അല്ലെ? പലർക്കും സിബ്ലിങ്സ് എന്ന് പറഞ്ഞ വാക്കറിയില്ല. സഹോദരനും സഹോദരിയൊക്കെ ചേർന്ന സഹോദരങ്ങൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഡു യു ഹാവ് എനി സിബ്ലിങ്സ് എന്ന് ചോദിച്ചേ. ഡു യു ഹാവ് എനി സിബ്ലിങ്സ്? ഡു യു ഹാവ് എനി സിബ്ലിങ്സ് എന്ന് പറഞ്ഞേ. ഡു യു ഹാവ് എനി സിബ്ലിങ്സ്? ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇനി നിനക്ക് സഹോദരങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കാൻ നമ്മൾ എന്ത് പറയും? ഡു യു ഹാവ് എനി സിബ്ലിങ്സ്? ഓക്കെ, അവൾ എവിടെ നിന്നാണ് വന്നത്? ഇതാണ് നമ്മുടെ അടുത്ത സിറ്റുവേഷൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പെൺകുട്ടിയെ കണ്ടു, അവളുടെ കയ്യിൽ ബാഗൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കും അവൾ എവിടെ നിന്നാണ് വന്നത്? Where did she come from? Where did she come from? അവൾ എവിടെ നിന്നാണ് വന്നത്? പാസ്റ്റ് ആണ്, കഴിഞ്ഞ കാര്യമാണ്, കാരണം അവൾ വന്നു കഴിഞ്ഞു. നമ്മൾ ചോദിക്കുന്നു
Where did she come from? She came from Bangalore. അങ്ങനെ നമുക്ക് ഉത്തരം കിട്ടും. She came from Bangalore. She came from Mumbai. She came from Delhi. അല്ലേ? പലതരത്തിലുള്ള ഉത്തരങ്ങൾ നമുക്ക് കിട്ടും. So, where did she come from? Where did she come from? അവൾ എവിടെ നിന്നാണ് വന്നത്? Where did she come from? ഉറപ്പാണോ? അല്ലേ, നമ്മൾ എപ്പോഴും ചോദിക്കുന്നതാണ്. Are you sure? അതാണ് അതിൻ്റെ വാക്ക്. ഉറപ്പാണോ? Are you sure? ഒരു കൂട്ടുകാരൻ പറയുന്നു, അത് അവൻ തന്നെയാണ്. Are you sure? നിനക്ക് ഉറപ്പാണോ? Are you sure? എന്ന് പറഞ്ഞേ, Are you sure? നിനക്ക് ഉറപ്പാണോ? ഒരു തീരുമാനമായിരിക്കാം, എന്തെങ്കിലും ഒരു കാര്യം കൺഫേം ചെയ്യുന്നതായിരിക്കാം. നമ്മൾ ചോദിക്കും, Are you sure? Are you sure? ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ലാസ്റ്റ് സെൻറ്റൻസിലേക്ക് പോകണം കേട്ടോ. നമ്മളൊരു സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സിനിമയ്ക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുവാണ്. പെട്ടെന്ന് ആക്സിഡൻ്റലി നമ്മുടെ ഒരു സുഹൃത്ത് കയറി വരുന്നു. അപ്പോൾ അദ്ദേഹം അറിയുന്നു നമ്മൾ സിനിമയ്ക്ക് പോകാനിരിക്കുവാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു മര്യാദയുടെ ഭാഗമായിട്ട് ചോദിക്കുന്നു, നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ? ഡു യു വാണ്ട് ടു ജോയിൻ മീ? എങ്ങനെ പറയും? ഡു യു വാണ്ട് ടു ജോയിൻ മീ? സിനിമയാവാം, ട്രിപ്പാവാം, എവിടെയെങ്കിലും പോകുന്നതാവാം, ഒരു ഡിന്നർ ആവാം, അല്ലേ? നീ എൻ്റെ കൂടെ വരുന്നോ? ഡു യു വാണ്ട് ടു ജോയിൻ മീ? ജോയിൻ വിത്ത് മീ എന്ന് പറയരുത് കേട്ടോ, അത് തെറ്റാണ്. ജോയിൻ മീ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഡു യു വാണ്ട് ടു ജോയിൻ മീ? ഡു യു വാണ്ട് ടു ജോയിൻ മീ? അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് 15 സെൻറ്റൻസസ് ആണ്. പല സിറ്റുവേഷൻസിലും, സുഹൃത്തുക്കളിലൊപ്പം, ഫാമിലിയിലും ഓഫീസിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന പല സെൻറ്റൻസസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പരമാവധി ബുക്കിലൊക്കെ എഴുതി വെക്കുക. എല്ലാ ദിവസവും കമ്മ്യൂണിക്കേഷൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അങ്ങനെ നിങ്ങളുടെ ഇംഗ്ലീഷും പോളിഷ്ഡ് ആവട്ടെ. അപ്പോൾ ഇംഗ്ലീഷ് ആരുടെ കൂടുതൽ വീഡിയോസൊക്കെ കാണുക, റെഗുലറായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ലേണിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് അസ്. ഹാവ് എ ഗുഡ് ഡേ.